ആലപ്പുഴയിൽ SFI വനിതാ അംഗങ്ങൾക്ക് നേരെ ജില്ലാ നേതാവിന്റെ ഭീഷണി. കൂടുതൽ സംസാരിച്ചാൽ മുഖം ഭിത്തിയിൽ ഉറയ്ക്കുമെന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് ഷാനവാസിന്റെ ഭീഷണി. ഷാനവാസിനെതിരെ 2 വനിതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പരാതി നൽകി. അസഭ്യം വിളിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും വനിതാ നേതാക്കൾ ആരോപിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, അതീവ ഗുരുതരമായൊരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയല്ലേ? ഒരുപക്ഷെ ഇത്തരം സ്ത്രീകൾക്ക് നേരെയുള്ള ഈ ഒരു അതിക്രമങ്ങൾ ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു നടപടി പോലും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു പ്രതിസന്ധിയല്ലേ? വിഷ്ണു, മാവേലിക്കരയിൽ വെച്ച് SFIയുടെ ജില്ലാ ക്യാമ്പ് നടന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ ജില്ലയുടെ ക്യാമ്പായിരുന്നു നടന്നത്. അന്ന് 2 വനിതാ അംഗങ്ങൾ, അതും 2 വനിതാ അംഗങ്ങൾ എന്ന് പറയുന്ന 2 പേർക്കും ചുമതല, ചാരുമൂട് ഏരിയ സെക്രട്ടറി കൂടി ആയ വൈസ് പ്രസിഡന്റാണ് ഈ വനിതാ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയത്. ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് ഷാനവാസിനെതിരെയാണ് 2 വനിതാ അംഗങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പരാതി നൽകിയിട്ട് ദിവസങ്ങളായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. നിയാസ് ഷാനവാസിനെ സംരക്ഷിക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ വനിതകൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ ഈ 2 പേരും പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പേര് പറഞ്ഞാൽ അവർക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് പുറത്ത് പറയരുതെന്ന് അവർ പറയുകയുണ്ടായി. ചാരുമൂട് ഏരിയ സെക്രട്ടറി കൂടിയാണ് ഈ നിയാസ് ഷാനവാസ് എന്ന ആൾ. ഭീഷണി മുഴക്കിയ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രായപരിധി കഴിഞ്ഞും SFIയിൽ തന്നെ തുടരുകയാണ്. നേരത്തെ SFIയുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴും അയാൾ ആ ചുമതലയിൽ തന്നെ തുടരുകയാണ്. മാറേണ്ട സമയം കഴിഞ്ഞിട്ടും മാറുന്നില്ല എന്നും ഈ നിയാസ് ഷാനവാസിനെതിരെ ആരോപണമുണ്ട്. പഠിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും SFIയുടെ ചാരുമൂട് ജില്ലാ സെക്രട്ടറിയായും ജില്ലാ വൈസ് പ്രസിഡന്റായും ഒക്കെ തുടരുന്നു. ഈ വനിതകളെ ഭീഷണിപ്പെടുത്തിയ നേതാവിനെ നേതൃത്വം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വളരെ ദിവസങ്ങളായി ഈ പരാതി നേതൃത്വത്തിന്റെ പക്കൽ എത്തിയിട്ട്, പക്ഷെ ഇതുവരെ യാതൊരു നടപടിയും വിളിച്ചു ചോദിക്കുക പോലും ചെയ്തില്ല എന്നാണ് ഈ വനിതകളായ ഈ നിയാസിന്റെ സഹപ്രവർത്തകർ ആരോപിക്കുന്നത്. വിഷ്ണു, ശരി. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.